ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നയനയെ കാണിക്കുന്നത്. നയനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിനുള്ളിൽ നടക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാകും. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ നയന, നമ്മളിത് എത്രയെന്നും പറഞ്ഞാ മറച്ചു വെക്കണത്? ഇത് മറച്ചു വെക്കാൻ പറ്റിയ കാര്യം വല്ലതും ആണോ? ദേ അമ്മ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. നന്ദുവിന്റെ ഫോൺ ആണെങ്കിൽ ഓഫ്. അത് പിന്നെ നന്ദുവിന്റെ ഫോണ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് കാണും നവ്യേച്ചി. അവരായിരിക്കും ഓഫ് ആക്കിയത്. ഏതായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ആദർശേട്ടൻ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും ആദർശേട്ടൻ വരട്ടെ, വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. അല്ലാതെ ഇപ്പം കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അറിയാലോ അച്ഛൻ്റെ അവസ്ഥ, അച്ഛൻ്റെ മാനസികാവസ്ഥ നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതൊന്നും അച്ഛനും അമ്മയും ഇപ്പം അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആദർശേട്ടൻ വരട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ വരികയാണ്. കനകദുർഗ വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്താ മക്കളെ ഇവിടെ മാറി വന്ന് നിൽക്കുന്നത്? നിങ്ങളുടെ മുഖത്തുനിന്ന് ഒരു സന്തോഷം ഇല്ലാത്തത്? പോകുന്ന വിഷമം കാണൂലേ? നമ്മുടെ നന്ദൂട്ടം പോകുന്നതിൽ എനിക്കും ഭയങ്കര വിഷമമാണ്. പാവം, അവള് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്കാവുമല്ലോ. അതെന്താ അമ്മ ഒറ്റയ്ക്കാവുന്നത്? ഞങ്ങളില്ലേ, ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരില്ലേ എന്നിങ്ങനെ നയന പറഞ്ഞപ്പം, നിങ്ങൾക്ക് വരുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എത്ര കാല് പിടിച്ചിട്ടായിരിക്കും ആദർശിന്റെ അമ്മ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരിക്കുക. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദനും വന്നു. ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, അവൾ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അവൾ എന്ത് അങ്ങനെയൊക്കെ കാണിക്കണത്? ഇതുവരെ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം കനകദുർഗ പറഞ്ഞു, അത് പിന്നെ ഗോവിന്ദേട്ടാ, അവളെ കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്നാ ആഘോഷിക്കാൻ പറ്റുക? അവൾ ആഘോഷിക്കട്ടെ, വെറുതെ കുറ്റമൊന്നും പറയണ്ട. അവൾ ഇനി വരുമ്പോൾ വഴക്കൊന്നും പറയാൻ നിൽക്കേണ്ട. അവൾക്കത് സങ്കടമാകും. ഒന്നാമത് അവൾക്ക് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണെങ്കിലും അവൾക്ക് ഈ പോലീസ് ക്യാമ്പിലേക്ക് പോകുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടേ. ഏതായാലും നമുക്ക് നോക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദർശ് വരികയാണ്. അങ്ങനെ ആദർശ് വരുന്നു, വണ്ടി വന്ന് ഇറങ്ങുന്നു. ആദർശ് വണ്ടി വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ നയന ചെന്ന് ചോദിക്കുക, എങ്ങനെയായി കാര്യങ്ങളൊക്കെ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവളെ ഇറക്കാൻ പറ്റുമോ? അത് പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് വഷള നയനെ. ഞങ്ങള് പറ്റുന്നതും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ കേസുകൾക്ക് ഇത്രമാത്രം ബലവും ശക്തിയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പം എന്തോ ആരോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതെ ആദർശേട്ടാ, ഇതാരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാ, എനിക്കറിയാം. പിന്നെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാനും നിൽക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകദുർഗ വന്നിട്ട്, ആദർശ് മോൻ വന്നോ? എന്ത് ചെയ്യാനാ, ആദർശ് മോൻ വന്നിട്ട് പോലും ഇതുവരെ നന്ദു ഇവിടെ എത്തിയിട്ടില്ല. അവളും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് രസമായിരുന്നു. അല്ല, ആദർശ് മോനും നന്ദുവിനെ കാണാൻ വേണ്ടി വന്നല്ലേ? അത് പിന്നെ നന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ, എങ്കിലും പുറത്തേക്ക് ഒന്ന് പോകാൻ ഓർത്തു. നയനമോളെയും കൂട്ടി പുറത്ത് പോകാൻ ഓർത്തല്ലേ? ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടും കൂടെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പുറത്തു പോക്കോ. നവ്യെ, മോളെ നീ ഇവിടെ നിൽക്കുക. ഇനി നമുക്ക് അവള് വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവള് വരുന്നവരെ ഇവിടെ വെറുതെ ഇരിക്കണ്ട. മോനും ആഗ്രഹം കാണുമല്ലോ മോളെയും കൂട്ടി പുറത്തു പോകാന്. നിങ്ങൾ രണ്ടും പുറത്തു പൊക്കോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നയനെയും ആദർശിനെയും വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവർക്ക് അറിയില്ലല്ലോ നമ്മുടെ ആദർശം നയനെയും വെളിയിലേക്ക് പോകാൻ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്ന് ഇവർക്കറിയില്ല. ഇതിൽ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട് നവ്യയോട്, എന്ത് ചെയ്യാനാ, ആ പെണ്ണ് ഇതുവരെ വന്നില്ല, ഒരു ഇതുമില്ല ആ പെണ്ണിന്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? അവള് പോകുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമാ മോളെ. ഞങ്ങളുടെ ഇളയ കുഞ്ഞല്ലേ അവള്, ഞങ്ങളുടെ കുഞ്ഞല്ലേ ഇപ്പോഴും അവൾ എൻ്റെ ഇളയ കുഞ്ഞ് തന്നെയാ. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും സങ്കടം തോന്നുക. നീയും അതുപോലെ നയനയും ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കരുത്ത് ഞങ്ങൾക്ക് നന്ദുമോൻ ഇവിടെ ഉള്ളതായിരുന്നു. അവൻ ഇവിടെ ഉണ്ടെങ്കിലേ, അവനും അവൾ എന്നൊക്കെ നമ്മുടെ കനകദുർഗ പറയൂലോ, ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ധൈര്യമാണ്. പക്ഷെ ഇപ്പം അവൾ പോകാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു സങ്കടവും തോന്നുന്നുണ്ട്. അവളുടെ ആഗ്രഹമല്ലേ, അതൊക്കെ അവളൊന്ന് സാധിച്ചെടുക്കട്ടെ. നമ്മുടെ മനോവിഷമം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മക്കളുടെ ജീവിതം മുന്നോട്ടേക്ക് പോവില്ലല്ലോ. സാരമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യയും പറയുന്നുണ്ട്, ഓട്ടെ അമ്മ, അവളുടെ ആഗ്രഹമല്ലേ, അവളുടെ ആഗ്രഹം അവൾ നേടിയെടുക്കട്ടെ. അല്ല, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. എൻ്റെ ജീവിതവും ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ അനിയത്തിമാരെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണേണ്ടത്. മോൾ അങ്ങനെ പറയുമൊന്നും വേണ്ട. മോള് നന്നായിട്ട് ജീവിക്കുന്നത് ഈ അനിയത്തിമാർക്കും അമ്മയ്ക്കൊക്കെ കാണേണ്ട കാര്യം തന്നെയാ. നോക്കിക്കോ, അബിയുടെ സ്വഭാവമൊക്കെ അമ്പാടെ മാറും. അബി നല്ലൊരു അച്ഛനും നല്ലൊരു ഭർത്താവും ഒക്കെ ആയിട്ട് മാറും. നോക്ക്, മോളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. മോള് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശം ഇനിയും കൂടെ നേരെ
പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ SIയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ SI ആണെങ്കിൽ കട്ടും പിടുത്തം പിടിക്കുക, ഒന്നും പറ്റത്തില്ല. അങ്ങ് മേളീന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അവരോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോടതിയിൽ കയറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ, കേസ് ജയിക്കുവാണെങ്കിൽ ജയിച്ച് കൊണ്ടുപോക്കോ. ന്യായം ആരുടെ സ്ഥാനത്താണോ കോടതി, ആ ന്യായക്കാരെ വെറുതെ വിടും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ സാറേ ഇതിനു മാത്രം മസിൽ പിടിക്കുന്നത്? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ കരിയർ അതുപോലും നോക്കാതെയല്ലേ നിങ്ങളിപ്പം അവളിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? ഓഹോ, നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഞങ്ങൾ ഏതാണ്ട് നിർബന്ധിച്ച് അവളെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നതാണെന്ന്. റോഡിൽ കൂടെ പോകുമ്പോൾ പല സംഭവങ്ങൾ ഉണ്ടാകും, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അങ്ങ് നടിച്ചു പോകണം. പോലീസ് യൂണിഫോം ഇട്ട സാറ് തന്നെ ഇതൊക്കെ പറയണം. അവളുണ്ടല്ലോ, അവള് പോലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഈ നാട് നന്നാക്കും, അത് ഉറപ്പാ. അവള് നാട് നന്നാക്കും, ഇവിടുത്തെ പോലീസുകാരെയും നന്നാക്കും, അവള് കുറേ നന്നാക്കും. അത് ഇപ്പൊ മനസ്സിലായി. ഏതായാലും ഇവളെ പോലെയുള്ള വേഷവിദ്യകൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ മഹാ തലവേദനയായിരിക്കും. എന്തിനാ വെറുതെ? സാറേ, അവളുടെ ജോലി വല്ലതും എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാല്, അല്ല സാറിനെ ഞങ്ങൾ എരുമേലി വെച്ച് കണ്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളല്ലോ, അവിടുന്ന് സസ്പെൻഷൻ കിട്ടിയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല ഇനിയും വേറൊരു സസ്പെൻഷനും കൂടെ ഒക്കെ വേണോ? വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഉടനെ തന്നെ ഇനി വേറെ എങ്ങോട്ടെങ്കിലും സാറിന് പോകാം. താങ്കൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങളെപ്പോലെ പണമുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു സസ്പെൻഷൻ അല്ല 100 സസ്പെൻഷനും ട്രാൻസ്ഫറൊക്കെ കിട്ടിയെന്നിരിക്കും. ഏതായാലും വിചാരിക്കേ, എനിക്ക് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. പണവും സ്വാധീനവും നിങ്ങൾക്ക് ഏറെ ഉണ്ടല്ലോ. അല്ല ഈ പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അനിയത്തിനെ വെളിയിലിറക്കാൻ സാധിച്ചില്ലല്ലോ. അപ്പൊ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോഴും സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ആദർശനെ ഇങ്ങനെ ആ ഒരു SI ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ സാറേ എനിക്ക് എന്റെ അനിയത്തി ഒന്ന് കാണണം, ഒന്ന് കയറി കാണുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, കയറി കണ്ടോളാൻ ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ നയനയും ആദർശും കൂടെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നന്ദുവിനെ കണ്ടത് നമ്മുടെ നയന ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ നന്ദു ചോദിച്ചത്, അച്ഛനും അമ്മയും ഇതറിഞ്ഞിരുന്നോ? ഇല്ലില്ല. അറിയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഓടി വന്നേനെ. അപ്പൊ ആദർശ് ചോദിച്ചു, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? വേറെ പ്രശ്നമൊന്നുമില്ല, പോലീസുകാർ എന്നെ ഒന്നും ചെയ്തില്ല. പക്ഷെ ആ SI അഭിയേട്ടനോടുള്ള ദേഷ്യ എന്നോട് തീർക്കുന്നത്. നാളെ മാരാരും വക്കീല മോൾക്ക് വേണ്ടി ഹാജരാകുന്നത്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ. എനിക്ക് ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. സാഹചര്യ തെളിവുകളൊക്കെ എനിക്കെതിരാ. പിന്നെ ഇത് ദൃസാക്ഷിയുള്ള കേസുവാ. ദൃസാക്ഷി? എന്ത് ദൃസാക്ഷി? അവളെ കണ്ടിരുന്നെങ്കിൽ അവളുടെ കാരണത്തെ ഞാനൊന്ന് കൊടുത്തേനെ. അവള് കുറെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു. നയന പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാലം നല്ലതല്ല, നമ്മൾ വെറുതെ ഒന്നിൽ കയറി ഇടപെടാൻ നിൽക്കരുത്. അത് പിന്നെ വഴി കൂടെ പോകുന്ന ഒരു പെൺകുട്ടി ഒരുത്തർ ആക്രമിക്കുന്ന കണ്ടല് ആദർശേട്ടനാണെങ്കിൽ ഇടപെടില്ലേ? അതുപോലെ ഞാൻ ഇടപെട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നയനയും പറഞ്ഞു, മനുഷ്യത്വമുള്ള ആരാണെങ്കിലും അതിൽ ഇടപെടും. അതുപോലെ തന്നെ ഇവളും ആദർശേട്ടനും ഒക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരല്ലേ, അതുകൊണ്ട് തന്നെ ഇവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് നന്ദു SI ആകാതിരിക്കാൻ മനഃപൂർവ്വം കുടുക്കിയതാ, അല്ലെങ്കിൽ പിന്നെ ഈ ദിവസം ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്. എനിക്കും അങ്ങനെ ചെറിയ സംശയമുണ്ട് മോളെ. അനാമികയുടെ അച്ഛൻ മാത്രമല്ല, അഭിയും അപ്പച്ചിയും ഒക്കെ കൂട്ടായി എടുത്ത് തീരുമാനമായിരിക്കും ചിലപ്പം മോളുടെ ഈ യൂണിഫോം തെറിപ്പിക്കാന്ന്. നന്ദു SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തെറ്റുകൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നാളെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാലും ട്രെയിനിങ് ക്യാമ്പിലേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം എന്തായാലും കാത്തിരിക്കേണ്ടി വരും. അതൊന്നും വിഷയമല്ലല്ലോ മോളെ, അതൊക്കെ വിടിപ്പം. ഇനിയിപ്പം ഇതിൽ കുടുങ്ങാതിരിക്കുക വേണ്ടത്, എങ്ങനെയെങ്കിലും ഊരി വരണം. അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ പോലീസ് യൂണിഫോം എന്ന സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. മോള് ടെൻഷനൊന്നും അടിക്കണ്ട. ഏട്ടനുണ്ടല്ലോ, ഏട്ടൻ മോളെ രക്ഷപ്പെടുത്തും. കോടതിയിൽ നമുക്ക് മാരാർ വക്കീൽ അത്ഭുതം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. ഇനിയിപ്പം കോടതിയിൽ പോകാന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന് പറഞ്ഞു, മോളെ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല എനിക്ക്. അത് പിന്നെ ചേച്ചി പൊക്കോണം. എനിക്ക് ജാമ്യം ഇന്ന് കിട്ടില്ല. ഇനിയിപ്പം അച്ഛനോടും അമ്മയോടും വിവരം പറയാതിരിക്കരുത്, അവരോട് വിവരം പറയണം, അല്ലെങ്കിൽ അവർ വേറെ ടെൻഷൻ അടിക്കും. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോയിട്ട് വാ. പിന്നെ അതുപോലെ തന്നെ അവര് എന്നെ ഇവിടെ വന്ന് കാണരുതെന്ന് പറയണോ അച്ഛനും അമ്മയും? അതിനുള്ള ശക്തി എനിക്കില്ല. അതിനുള്ള ശക്തി അച്ഛനും അമ്മയ്ക്കും കാണുമോ മോളെ?
അത് പിന്നെ നാളെ ജാമ്യം കിട്ടുമെന്ന് തന്നെ പറയണേ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെടും. അതുകൊണ്ട് എല്ലാം പറഞ്ഞ് സമാധാനത്തോടു കൂടി മനസ്സിലാക്കിപ്പിക്കണം കേട്ടോ നയനേച്ചി. ഞാൻ നയനേച്ചിനെ വിശ്വസിച്ച് ഇവിടെ നിൽക്കുന്നത്. എല്ലാം ശരിയാകും, മോള് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറയാ. അങ്ങനെ നയന് നമ്മുടെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും നാളെ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ മോള് പുറത്തിറങ്ങിയിരിക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയും ആദർശം അവിടെ നിന്ന് പോവുകയാണ്. ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നന്ദു അവിടെ നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആദർശം നയനയും വണ്ടി പോകുമ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ആരോ ഈ ചതി ചെയ്തത്, അതാരാണെങ്കിലും കണ്ടുപിടിക്കണം, അത് വേറെ ആരുമല്ല, അനാമിക തന്നെയാ. എനിക്കും സംശയമുണ്ട്. ഏതായാലും കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ അവളുടെ യൂണിഫോം എന്ന സ്വപ്നം പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഏതായാലും ഇത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അത് പിന്നെ ആദർശേട്ടാ, ഇനിയിപ്പോ ജോലി പോയാലും കുഴപ്പമില്ല, പക്ഷെ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവളെ റിമാൻഡ് ചെയ്യില്ലേ? അതെങ്ങനെയാ സഹിക്കാൻ പറ്റുന്നത്? യൂണിഫോം പോട്ടെന്ന് വെക്കാം, പക്ഷെ എൻ്റെ അനിയത്തി ജയിലിൽ കിടക്കുന്നത്, അതും എൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുമായിരിക്കും നന്ദുവിനെയും കൂട്ടി വരുന്നത്. ഇനിയിപ്പം അവരോട് തുറന്നു പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നയനെ. അവരോട് തുറന്നു പറയണം. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് നമുക്കറിയാലോ. അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നീ ധൈര്യമായിട്ടിരിക്കും. അത് പിന്നെ തെറ്റ് ചെയ്യാത്തവള് ജയിലിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റാത്തത്, ആകെ മൊത്തം എല്ലാം ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാകുക. ഇതുവരെ ഇങ്ങനെ ഒരു സമാധാനക്കേട് ഉണ്ടായിട്ടില്ല. അവള് ഒരു തവണ ജയിലിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അന്ന് പോലും ഇതുപോലൊരു സങ്കടം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അനിയത്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമല്ലോ. ഒരു വെറും ഒരു മഞ്ഞുകെട്ടി പോലെ ആയി പോകൂലേ, ഉരുകി എൻ്റെ അനിയത്തി തീരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഈ ഒരു സമയത്ത് നമ്മുടെ കനകദുർഗയോടും നവ്യോടും ഇങ്ങനെ പറയാണ് ഗോവിന്ദൻ, ഏതായാലും ജോലി കിട്ടിക്കഴിഞ്ഞാലേ അവൾക്ക് കിട്ടുന്ന ശമ്പളം അവക്ക് തന്നെയാ, കല്യാണത്തിന് അത് ഉപകാരപ്പെടും. അതിനവള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും മോളുടെ മനസ്സിൽ അനിയുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ സംശയമുണ്ട് നവ്യെ. മിക്കവാറും കാണുമായിരിക്കും. അപ്പോൾ നമ്മുടെ കനകയും പറഞ്ഞു, അത് സംശയമൊന്നുമല്ല, അത് സത്യം തന്നെയാ. അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട്, അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളും ഉണ്ട്. എന്ത് ചെയ്യാനാ, പെണ്ണിനെ മാറ്റാൻ നോക്കിയിട്ട് ഒന്നും സാധിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ കനക പറഞ്ഞു, SI ടെസ്റ്റ് പാസ്സായതിനു ശേഷം അവൾക്കൊരു സ്വർണ്ണമോതിരം കിട്ടിയിരുന്നു, അത് ആ രാകേഷും സുഹൃത്തും കൊടുത്തെന്നാ അവൾ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് വിശ്വാസം വന്നിട്ടില്ല. അത് മിക്കവാറും അനി ആയിരിക്കും കൊടുത്തത്. എനിക്ക് നല്ല സംശയമുണ്ട്, അവൻ തന്നെയായിരിക്കും അത് കൊടുത്തത്. അത് പിന്നെ അനിയും അനാമികയും തമ്മിൽ നല്ല രീതിയിലല്ലമ്മേ പൊക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം ആകെപ്പാടെ തകരാറില്ല. അവര് രണ്ടുപേരും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. അവൾ അവിടെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന ആദർശേട്ടൻ നയനോട് പറഞ്ഞത്. അതുകൊണ്ട് അവളുടെ ജീവിതം ആകെപ്പാടെ, അനിയുടെ ജീവിതം ആകെപ്പാടെ കഷ്ടത്തില. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അന്നും പറഞ്ഞ് നന്ദുമായിട്ട് അടുക്കാൻ പാടുണ്ടോ മോളെ? ഒരിക്കലും അത് പാടില്ല. അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കരുത്, സപ്പോർട്ട് ചെയ്യരുത്. അതൊന്നുമല്ല എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഇതെന്താ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത്? എനിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ ആകുക. എന്താ അമ്മ വിഷമിക്കാതിരിക്കുക. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ജോൽസിന് അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്ത് കാര്യം? ആരുടെ കാര്യം? അത് പിന്നെ നന്ദുവിന്റെയും എന്താ നന്ദു അനി ഒന്നിക്കുന്നുവല്ലോ ജോത്സ്യം പറഞ്ഞോ? അത് പിന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നന്ദു സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ നന്ദു വിവാഹം കഴിക്കുമെന്ന്. അവള് സ്നേഹിച്ചത് അനിയല്ലേ, അല്ലാതെ അവളുടെ മനസ്സിൽ മറ്റു പയ്യന്മാരും കയറിയിട്ടില്ലല്ലോ. ഈ കാര്യത്തില് ജോത്സ്യന്റെ പ്രവചനം തെറ്റാകാനാ കരകെ സാധ്യത. അപ്പോഴത്തേക്ക് നമ്മുടെ നബി പറഞ്ഞു, അച്ഛാ ഒന്നും പറയാൻ പറ്റില്ല, അനി അനാമികയും ഒന്നിച്ച് ഒരുപാട് കാലം പോവില്ല, അവരുടെ പോക്ക് അതുപോലെയാണ്. എന്ന് വെച്ച് നന്ദു അനിയുടെ രണ്ടാം ഭാര്യ ആകണമെന്നാണോ നീ പറയുന്നത്? ദൈവം എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു വിധിയുണ്ടല്ലോ, ആ വിധി അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ബന്ധത്തെ നമ്മൾ എല്ലാവരും എതിർത്തതാ. നമുക്ക് രണ്ടുപേർക്കും പിന്നാലെ അവള് അനന്തപുരിയിലേക്ക് വരണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞതല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം മുടങ്ങിപ്പോയത്. പക്ഷെ അതിപ്പോ തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അനാമികയെ കല്യാണം കഴിച്ച അന്നു മുതൽ അനിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി. അവനിപ്പോ ചിരിക്കാൻ മറന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ട പോലെയാ അവൻ നടക്കുന്നത്. ആകെപ്പാടെ പിടിവിട്ട്. സത്യം പറഞ്ഞാൽ അവനെ കാണുമ്പോൾ സങ്കടം വരും. അവന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്തിട്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശം വരുവാണ്. അപ്പൊ കനകയും ഗോവിന്ദനും നന്ദു ഉണ്ടെന്ന് ഓർത്താണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഇറങ്ങുമ്പോഴത്തേക്ക് നന്ദു ഇല്ല കൂടെ. അപ്പൊ നന്ദു ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കനകയും ഗോവിന്ദനും പേടിച്ചു വരച്ചാ നിൽക്കുന്നത്. അപ്പൊ കനക പറഞ്ഞു, അയ്യോ നന്ദു ഇല്ലല്ലോ, നന്ദുവിനെ കാണുന്നില്ലല്ലോ, അയ്യോ നന്ദൂട്ടിന് ഇത് എവിടെ പോയി എന്ന് ഓർക്കുമല്ല ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം നയനയും അകത്തേക്ക് കയറി വന്നു കേട്ടോ. അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ കനക ചോദിച്ചു, മോളെ നന്ദുവിനെ കണ്ടില്ലേ? നന്ദു എന്തിയെ? അവളെന്താ ഇതുവരെ വരാത്തത്? അത് പിന്നെ നന്ദുവിനെ കണ്ടു. എന്നിട്ട് അവളെന്തിയെ? അവളെ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ?
അത് പിന്നെ അമ്മ അച്ഛനെ വെറുതെ വിഷമിക്കരുത്, കുഴപ്പമൊന്നുമില്ല. നന്ദുവിനെ നമ്മൾ നാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. നാളെയോ? നാളെ മോൾക്ക് പോലീസ് ക്യാമ്പിൽ പോകണ്ടല്ലേ? എന്താ ഈ പറയുന്നത്? വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടേണ്ടതാ. അപ്പൊ നാളെ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കനകയും പറഞ്ഞു, എന്താ മക്കളെ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആകെപ്പാടെ പേടിയാവുക. അത് പിന്നെ നമ്മുടെ നന്ദുവിന്റെ ആ പോലീസ് ക്യാമ്പിലേക്കുള്ള യാത്ര മുടങ്ങും. പോലീസ് ക്യാമ്പിലേക്കുള്ള യാത്ര മുടങ്ങുന്നോ? എന്താ എന്താ മോനെ പറ്റിയത്? എന്താ തുറന്നു പറ. അത് പിന്നെ ആരോ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കി അച്ഛാ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കനകദുർഗ, അയ്യോ അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയത്? എന്നിട്ട് എന്താ സംഭവിച്ചത്? അത് പിന്നെ നന്ദു ഇപ്പൊ ലോക്കപ്പിലാ ഉള്ളത്. ഇതൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും കിളി പാറിപ്പോയി എന്ന് പറയാം. അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കനകദുർഗ ചോദിച്ചു, ലോക്കപ്പിലോ? എന്തിന്? അത് പിന്നെ നാളെ അവക്ക് ജാമ്യം കിട്ടത്തുള്ളൂ. അയ്യോ എന്റെ ഭഗവതി, എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, എന്താ അവളുടെ പേരിലുള്ള കേസ്? അത് പിന്നെ വഴി കൂടെ പോയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി ഒരുത്തൻ മോശമായിട്ട് പെരുമാറുന്നത് നന്ദു കണ്ടു. ആ നന്ദു എങ്ങനെ പ്രതികരിക്കുന്ന അറിയാലോ നമുക്ക്. തല്ലി ഒതുക്കി അവനെ. അതിപ്പം വലിയ കേസായി തീർന്നിരിക്കുക. അതൊരു നല്ല കാര്യമല്ലേ മോളെ? അതെങ്ങനെയാ കേസാവുന്നത്? അത് പിന്നെ അത് കേസായപ്പം ആ പെൺകുട്ടി ആ പയ്യന്റെ കൂടെ ചേർന്നു. ഇപ്പം നമ്മുടെ നന്ദു ആ കുറ്റക്കാരി. നന്ദു കാരണമില്ലാതെ അവനെ തല്ലിയുന്ന മൊഴി കൊടുത്തിരിക്കുന്നത് ആ പെൺകുട്ടി. അതുകൊണ്ടാ ഇപ്പം ഇങ്ങനെയായി തീരുന്നത്. അയ്യോ എന്റെ ഈശ്വരൻ, ഞാൻ 1000 തവണ പറഞ്ഞതാ വഴി കൂടെ പോകുന്ന വയ്യാവലി എടുത്ത് തലയിൽ ഇടരുതെന്ന്. അത് പിന്നെ അവളൊരു നല്ല കാര്യമല്ല ചെയ്തത്. പകലൊരു പെൺകുട്ടീനെ ആക്രമിക്കുന്ന കണ്ടാല് പ്രതികരിക്കണ്ടേ? പ്രതികരിച്ചില്ലേ മോശമല്ലേ? നാളെ അവളൊരു പോലീസ് ഓഫീസർ ആവേണ്ട പെൺകുട്ടിയല്ലേ? ആ മൈൻഡുള്ള പെൺകുട്ടി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അങ്ങനെ അവൾ പ്രതികരിച്ചത്. അതല്ലേ അവള് ചെയ്തുള്ളൂ. ഇത് വലിയ തെറ്റൊന്നുമല്ല. ഏതായാലും അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇതിന്റെ പേരില് അവള് ചെയ്തത് ശരിയൊക്കെ തന്നെയാ. അപ്പൊ നയന പറഞ്ഞു, നന്ദു SI ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ പണി കൊടുത്തത് അമ്മേ. അത് വേറെ ആരും അല്ല, അനാമികയുടെ അച്ഛനും അമ്മയാന്ന് നവ്യ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ നന്ദുവും അങ്ങനെ തന്നെയാ പറയുന്നത്. ആദർശ് മോന്റെ മുത്തച്ഛനും ഒക്കെ പറഞ്ഞാല് പോലീസുകാർ കേക്കില്ലേ? അവളെ വിടില്ലേ? അത് പിന്നെ കേക്കുമായിരുന്നു. പക്ഷെ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. ഏതായാലും നാളെ നമുക്ക് ജാമ്യം കിട്ടും. നിങ്ങൾ കരയാതിരിക്കെ. നാളെ കോടതി തീരുമാനിക്കും അവളുടെ ജാമ്യത്തിന്റെ കാര്യമൊക്കെ. പറഞ്ഞല്ലോ, അത് ഉറപ്പായിട്ട് കിട്ടും. മാരാര് വക്കീലാണ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പുറത്തിറങ്ങാതെ ഒന്നും ഇരിക്കത്തില്ല. സങ്കടപ്പെടാതിരിക്കുക. ഗോവിന്ദേട്ട, ജാമ്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മോള് ജയിലിൽ പോകില്ലേ? എനിക്കതൊന്നും കാണാൻ വയ്യ ഗോവിന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കനക അങ്ങ് കരയാനും തുടങ്ങിയില്ല. ഗോവിന്ദൻ തകർന്നാകപ്പാടെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയൻ ചെന്നിട്ട്, കരയല്ലേ നിങ്ങൾ രണ്ടും കരയാതെ, അവള് പറഞ്ഞിട്ടാ വന്നത് നിങ്ങൾ രണ്ടുപേരെയും കരയിപ്പിക്കരുതെന്ന്. അതുകൊണ്ട് കരയാതിരിക്കുക. അവൾക്ക് ഒരു പ്രശ്നവും. അവള് നാളെ വരും. നാളെ ഉറപ്പായിട്ടും അവള് വരും. എങ്കിലും എന്റെ കുഞ്ഞിന്റെ സ്വപ്നം തകർന്നു പോവുമല്ലോ. എവിടെന്ന്? അവളുടെ സ്വപ്നം ഒന്നും തകരാൻ പോകുന്നില്ല. അവളുടെ സ്വപ്നം നടക്കും. അത് നമ്മൾ നടപ്പിലാക്കും. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, എന്റെ മോള് നേരത്തെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയതാ. അന്നെന്തോ ഭാഗ്യം കൊണ്ടാ എന്റെ മോള് രക്ഷപ്പെട്ടത്. ഈ തവണ പക്ഷെ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ മോനെ. എന്നിട്ടും അവക്ക് ഇതാണല്ലോ ഗതി. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ കാല് പിടിച്ച് പറയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദനെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഇടാൻ പോകുന്നത് രേവതിയുടെ സച്ചിയുടെയും പ്രേമവിശേഷമാട്ടോ ഉച്ചയ്ക്ക്. അപ്പൊ അതുമായിട്ട് കാണാം. നെക്സ്റ്റ് വീക്ക് പ്രേമയാണ്. ഇപ്പൊ മറക്കാതെ എല്ലാവരും കാണണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.